ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഒരു ചെറിയ വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം പറിക്കാൻ പോയിട്ട് എൻ്റെ കൈ മൊത്തവും ചൊറിഞ്ഞ് ഒരു ഇതായിക്കൊണ്ടിരിക്കും. ഞാനപ്പോഴത്തേക്ക് ഇച്ചിരി എണ്ണ എടുത്തിട്ട് കയ്യിലുണ്ടെങ്കിലും അതുപോലെ ചൊറിയുന്നു. അപ്പോൾ സംഗതി എന്താണെന്ന് ഞാൻ കാണിക്കാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായി നോക്കാം. ഞാൻ മറ്റേ പോക്കറ്റ് FM സ്റ്റോറി വെച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് സംഗതി വീഡിയോ എടുത്തത്. ഇത് എത്ര പേർക്ക് മനസ്സിലായി ഈ സംഗതി എന്താണെന്നുള്ളത്? ഇത് നമ്മളിവിടെ ചൊറിയാണോ എന്ന് പറയും, പിന്നെ എന്താ കുടുത്തുമ്പ, അങ്ങനെ എന്തോ ഒരു പേര് ഇതിനുണ്ട്. നമ്മളിവിടെ ചൊറിയാണോ എന്ന് പറയുന്നത്. ഇത് എത്ര പേർക്കറിയാം ഭക്ഷിക്കാൻ പറ്റുന്നതാണെന്നുള്ളത്? ഇലക്കറികളിൽ അത്യാവശ്യം നല്ല കാൽസ്യം, അയൺ കണ്ടൻറ്റ് അടങ്ങിയ ഒരു പച്ചക്കറിയാണ്. മഴ പെയ്യുന്നു ഒരു ഇലയാണ് ഈ ചൊറിയാണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് വെക്കാൻ ഇത്തിരി പാടാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സി ഒക്കെ ഉള്ളൊരു ഇലയാണ്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇത് തോരൻ വെക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെച്ച് ഒരു ചെറിയ പരിപ്പേറിയാണ് വെക്കാൻ പോകുന്നത്. പരിപ്പേറിയും അതുപോലെ ഇന്ന് നമുക്കാണെങ്കിൽ ബോട്ടി കിട്ടിയതിരിപ്പുണ്ട്. അപ്പോൾ ബോട്ടി ചെറുതായിട്ടൊന്ന് റോസ്റ്റും ചെയ്യാം. പരിപ്പറിയും വെക്കാൻ വിചാരിച്ചു, ഒഴിച്ചേറിക്ക് വേണ്ടിയിട്ട് പരിപ്പറിയും വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പരിപ്പറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ റേഷൻ കടയിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് സാധാ കിട്ടുന്ന അരി അല്ലാതെ കുറച്ചുകൂടെ വലിയ ടൈപ്പ്, അതായത് നമ്മുടെ മറ്റേ ചുവന്ന അരിയെല്ലാം ഉണ്ടല്ലോ, അതിനെന്തായിരുന്നു, കുത്തരിയുടെ വെള്ള അരി കിട്ടി കേട്ടോ, വലുത് വേണ്ടില്ലേ. അപ്പോൾ ഇന്ന് ഇതാണ് ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. സാധാരണ നമ്മൾ റേഷൻ്റെ ആ ചെറിയ അരിയായിട്ടാണ് ചോറ് വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിട്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ച്. എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിൻ്റെ ചോറ്. എനിക്ക് കുത്തരിയുടെ ചോറ് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. കാരണം എത്ര വേവിച്ചാലും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കല്ലിക്കും കയറി. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരുമെന്ന് നോക്കാം, വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചതെങ്കിൽ ഇതിന് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും. അരി ആകുമ്പോഴത്തേക്ക് കല്ലുണ്ടോയെന്ന് നോക്കിയിട്ട് ഇടാൻ പറ്റും. ഞാനത് ഇതുപോലെ ഇളക്കി ഇടും. അപ്പം കല്ലങ്ങ് അടിയിൽ പോവും, അരി നമ്മുടെ കയ്യിലും വരും. ഞാൻ മൊത്തം തീർത്തെടുക്കത്തില്ല കേട്ടോ. അതിനകത്ത് ഇനിയും കുറച്ച് അരിയും കൂടെ കാണും. ഇതിനകത്ത് കല്ല് കാണും, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് മൊത്തം തീർത്ത് അങ്ങനെ എടുക്കത്തില്ല. ഇത് കുറച്ച് കിടക്കുന്നുണ്ടാവും. ഇത് ഞാൻ ഇനി കോഴിക്ക് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്കാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കൈയൊക്കെ ചൊറിയും, അതുകൊണ്ടാണ് എണ്ണ ഇട്ടത്. ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടുവെള്ളത്തിൽ ഇട്ട് ജസ്റ്റ് മുക്കിയെടുക്കണം, എങ്കിലേ ഇതിന് ആ ഒരു ചൊറിച്ചിൽ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. നമ്മളെപ്പോഴാണെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചു. ഈ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ ചൊറിയാണത്തിൻ്റെ ഇലയാണെങ്കിൽ ഇതിൽ മുക്കിയെടുക്കാം, എങ്കിലേ ആ ചൊറിച്ചിൽ പോകത്തുള്ളൂ കേട്ടോ, എങ്കിലേ നമുക്കത് അരിയാൻ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, തന്നെ ഇത്രയും ഇല ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. കയ്യിൽ ഞാൻ 2 കയ്യിൽ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഇല എനിക്ക് പറിച്ച് വെക്കാനായിട്ട് പറ്റിയത്. 2 കയ്യിൽ എണ്ണ തേച്ചിട്ട് ഇതുപോലെ ഓരോ ഇലയായിട്ട് വെള്ളം തിളച്ചേ. അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇല പറിച്ച് നേരത്തെ വെക്കുന്നത്. അതാകുമ്പം ജസ്റ്റ് മുക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം പോയി കിട്ടും. എനിക്കിത് ചെയ്ത് കുറേ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇതിങ്ങനെ കൈകൊണ്ട് ചൂടുവെള്ളത്തിൽ മുക്കാതെ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പിച്ചിക്കൊണ്ട് വന്ന് നേരെ ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രമേ ഇത് കഴുകുകയും ക്ലീൻ ചെയ്യുകയെല്ലാം ചെയ്യത്തുള്ളൂ. എനിക്ക് പിന്നെ കൈ ചൊറിയാത്ത രീതിയിൽ ചെയ്യാൻ അറിയുന്നത് കൊണ്ടാണ് ഞാനിത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. പിന്നെ കയ്യിൽ എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്രയും ചൊറിച്ചിൽ ബാധിക്കില്ല കേട്ടോ.
എൻ്റെ അപ്പം കൊണ്ടുവന്ന ഇലയെല്ലാം ഞാൻ പറിച്ച് എടുക്കുകയാണ്. നല്ല ഇലകൾ മാത്രം എടുത്താൽ മതി. അതായത് ഇതുപോലെ ഇരിക്കുന്ന ഇലകളൊന്നും എടുക്കണ്ട. പിന്നെ പുഴുകുത്തിയ ഇലയൊക്കെ കാണും, അതൊന്നും എടുക്കണ്ട. പിന്നെ പുഴു ഉണ്ടോ എന്നുള്ളത് നമ്മൾ നല്ലോണം നോക്കണം. ഇനി ഒരു 2 എണ്ണം കൂടി ഉള്ളു. എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ചു. പിന്നെ നമ്മളടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ പമ്പ് സ്റ്റൗ എത്ര നേരം എണ്ണ കത്തും എന്നുള്ളത്. നമ്മളൊരു 5 ലിറ്റർ എണ്ണ, ഞാനിപ്പോൾ ഇതിനകത്ത് 2 അല്ലെങ്കിൽ 3 എണ്ണയെ ഞാൻ ഒഴിക്കുള്ളൂ. 2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ എണ്ണ ഒഴിക്കുള്ളൂ. നമുക്ക് പമ്പ് ചെയ്യുമ്പം ആ എയർ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 അല്ലെങ്കിൽ 3 ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിക്കാറുള്ളൂ. അപ്പം ആ 2 ലിറ്റർ എണ്ണ നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും 1.5 ആഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 2 ലിറ്റർ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം ചോറും ഇതിനകത്ത് വെള്ളം തിളപ്പിക്കാറുണ്ട് ഞങ്ങൾ. വെള്ളം തിളപ്പിക്കും. പിന്നെ ഇടയ്ക്ക് കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കറി വെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ 2 ലിറ്റർ എണ്ണ ഉണ്ടെങ്കിൽ 1.5 ആഴ്ച വരെ നമുക്ക് നിൽക്കും. അപ്പോൾ ഇത്രയും ഇല ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളമാണ് അതിനകത്തോട്ട് ഈ ഇല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരുപാടുള്ളപോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് ഈ ചൂട് പറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ചെറുതാവും. നിലത്ത് പോയ ഇലയും കൂടെ നമുക്ക് എടുത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തവി കൊണ്ട് ഇതൊന്ന് ഇളക്കാം. അതിന് മുമ്പേ ജസ്റ്റ് കൈ ഒന്ന് കഴുകാം. ഈ ചൂടുവെള്ളത്തിൽ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇതിൽ സത്യത്തിൽ ചൊറിയുന്ന എങ്ങനെയാണെന്ന് പലർക്കും അറിയാമല്ലോ. ഇതിനകത്ത് ചെറിയ ചെറിയ പൊടി പോലത്തെ മുള്ളുകളുണ്ട്. വളരെ ചെറുതായിട്ടുള്ള, നമുക്ക് കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചെറിയ പൊടികളായിട്ടുള്ള മുള്ളുകളുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മുടെ ഈ സ്കിന്നിൽ കയറിയിട്ടാണ് നമുക്ക് ഈ ചൊറിച്ചിലുണ്ടാകുന്നത്. പക്ഷേ എനിക്ക് നേരത്തെ ചൊറിച്ചിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പറ്റാം. എനിക്ക് നേരത്തെ പറിച്ച സമയത്ത് ഞാൻ എണ്ണ തൂക്കാതെ പോയത് ചൊറിച്ചിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൈ എവിടെയും തിണർത്തിട്ടില്ല, കണ്ടില്ലേ? അത് നമ്മൾ അന്നേരം തന്നെ എണ്ണ തേച്ചതുകൊണ്ട്, എണ്ണ തേച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ചൊറിച്ചിലങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണ തേച്ചിട്ട് വേണമെങ്കിൽ പോയി പറിക്കുക, അതല്ല ഒരു ഗ്ലൗസ് ഇട്ടിട്ട് പറിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് കൈ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇതെല്ലാം പോയതിന് ശേഷം നമുക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഇതിനകത്ത് എടുത്തതിന് ശേഷം ഒരു വെള്ളത്തിൽ, നല്ലൊരു വെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഇതിനകത്തോട്ട് ഈ നെറ്റ് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വടി കെട്ടാവേ. വടികെട്ടി എടുത്തു. ഇപ്പോൾ ഇത്ര ഇലയേ ഉള്ളൂ. ഇത് ഫുള്ള് നിറഞ്ഞിരുന്നതായിരുന്നു. ഇപ്പോൾ ഇത്ര ഇലയേ ഉള്ളൂ. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വാങ്ങിച്ച പുതിയ കത്തി ഇത് വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇല എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. കണ്ടോ? ഇതിൻ്റെ ഇല ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാടൊന്നും പാടുവേണ്ട. പരിപ്പൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചെറിയ രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇല എടുക്കുക. ഇങ്ങനെ ഇല എടുക്കുക. ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ആ വെള്ളം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാമത് നമ്മൾ കഴുകിയ വെള്ളം കേട്ടോ. നമുക്ക് അരി ഇത് പലർക്കും വിചിത്രമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഇത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് ഒത്തിരി പേര് ഇത് കറി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പണ്ട് അമ്മാമ്മമാരൊക്കെ ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ക്യാൻസർ, ഭയങ്കര വലിയ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പണ്ട് നമ്മുടെ ആൾക്കാരൊന്നും ഇത്തരത്തിലുള്ള ഇതൊന്നും കേട്ടിട്ടില്ല. അതുപോലെ പലരുടെ ആയുസ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു. ഹാർട്ട് അറ്റാക്കൊക്കെ കുറവായിരുന്നു. ഇല്ലയെന്ന് തീരെയും പറയുന്നില്ല, പക്ഷെ
അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു. കാരണം അവരാണെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ളതാണ് കൂടുതൽ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കണക്ക് ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ എന്താ നമ്മൾ തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നുമല്ല. എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. അതുകൊണ്ട് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഏതാണ്, ഭക്ഷിക്കാൻ പറ്റാത്ത ഏതാണെന്ന് ആ കാലഘട്ടത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. അതെ, അത്രയും ഇല എടുത്തപ്പം എനിക്ക് കിട്ടിയത് ഇത്രയുമാണ്. കണ്ടല്ലോ നിങ്ങൾ, ഇത്രയുമാണ് കിട്ടിയത്. നമ്മളിനി ഇതിൻ്റെ കൂടെ പരിപ്പും കൂടി ഇട്ട് പരിപ്പ് കറി വയ്ക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത്ര ഇലയാണ് നമ്മൾ അരിഞ്ഞെടുത്തപ്പം കിട്ടിയേക്കുന്നത്. നമുക്കിനി കറിയിലോട്ട് പോകാം. ഇവിടെ കുറച്ച് പരിപ്പും അതുപോലെ തന്നെ ഒരു സവാള ഞാനെടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് നോക്കിയപ്പോൾ കണ്ടില്ല, അപ്പോൾ ഞാൻ അതിന് പകരമാണെങ്കിൽ കുറച്ച് കാന്താരി മുളക് എടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട്, കുറേ കാന്താരി തൈ ഉണ്ട് കേട്ടോ. അന്നേരം ഇടയ്ക്ക് നമുക്ക് പച്ചമുളക് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്ത് രണ്ടായിട്ട് കീറി ഇടുവാണ്. എരിവ് അധികം വേണ്ട, നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3-4 ഞാൻ എടുക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ വേണ്ട. ഈ കാന്താരിക്ക് ഭയങ്കര എരിവാണ്. പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി പറ്റിയ കാന്താരി കേട്ടോ. കാരണം നല്ല എരിവാണ് കാന്താരി. പഴങ്കഞ്ഞിയുടെ കൂടെ ഉണ്ടല്ലോ ഒരു കാന്താരി മുളകും കുറച്ച് പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴങ്കഞ്ഞിയുടെ കൂടെ കാന്താരി മുളക് കഴിക്കാനും. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പരിപ്പ് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ചേർക്കേണ്ട കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ടു. ഇനി ശകലം മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് ഓടുന്നത്. ഒരു ശകലം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, ഒരു ശകലം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പരിപ്പും സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൊറിയാണത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തുമ്പ എന്നൊക്കെ അതിന് പറയുന്നതെന്ന് തോന്നുന്നു. ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവേ. ഇത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു ചെറിയ വിസിലും കൂടി അടുപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സായി വരട്ടെ. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. ഇല അങ്ങനെ അധികം വേവേണ്ട കാര്യമില്ല, വേവില്ല ഈ ഇലയ്ക്ക് സത്യം പറഞ്ഞാൽ അധികം. ഈ കുക്കറിൽ മിക്കവാറും വിസിലടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതായിട്ടുണ്ട്. ഭയങ്കര ചൂട് അടപ്പിന്. ആകെ 3 മീനേ ഉള്ളായിരുന്നു കേട്ടോ. സിലോപ്പിയാണ് നമ്മൾ വറുത്തേക്കുന്നത്. ഇപ്പോൾ സിലോപ്പിയായി, ബാക്കിയുള്ള കറികളുമായി. നമുക്ക് ബാക്കിയുള്ള കറികളൊന്ന് കാണാവേ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ കറികളെല്ലാം റെഡിയായി. ഇതേ നമ്മുടെ പരിപ്പ് ആൻഡ് ചൊറിയാണം ഇല വെച്ചിട്ടുണ്ടാക്കിയ പരിപ്പ് കറി കണ്ടല്ലോ. ഇതിൽ പരിപ്പും ആ ചൊറിയാണ ഇലയും പിന്നെ നമ്മുടെ സവാള, മഞ്ഞൾപ്പൊടി, അങ്ങനെ പച്ചക്കാന്താരി മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇത് ഒഴിച്ചു കൂട്ടാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബോട്ടി നമ്മളിത് വരട്ടി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബോട്ടി നല്ല രീതിയിൽ നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. സമയം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് സമയം കാണാൻ പറ്റുന്നുണ്ടോ? 4:15. ലേറ്റായി, കാരണം വേറെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും ലേറ്റായി. റേഷൻ കടയിൽ പോകണമായിരുന്നു, സാധനങ്ങൾ മേടിക്കണമായിരുന്നു, പിന്നെ വേറെ ബാക്കിയുള്ള ജോലികളൊക്കെ ഒതുക്കണമായിരുന്നു. ഇനി എൻ്റെ അടുക്കളയ്ക്ക് ഒതുക്കണം. അടുക്കളയ്ക്കകത്ത് മൊത്തവും ചെളിയായി. വീണ്ടും ഇന്നലെ വൃത്തിയാക്കിയതാണ്, പക്ഷേ ഇന്നും ചെളിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ജോലി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഓരോന്നോരോന്ന് ഒതുക്കി വന്നപ്പം ഇത്രയും സമയമായി. എല്ലാം കൂടി ഒതുക്കി എടുത്തപ്പോഴത്തേക്ക് അവർ കഞ്ഞി കുടിച്ചു. 2 പേർക്കും പനിയായതുകൊണ്ട് രാവിലെ തന്നെ ഡോറയാണെങ്കിൽ പയറും അരിയും കൂടെ ഇട്ട്
കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറും കൂടിയിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവരത് കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ അവർ കിടക്കുവാണ്. ഇനി എനിക്ക് ചോറ് കഴിക്കണം. ഞാൻ ചോറ് കഴിക്കുന്ന സമയമാണ് 4:15. ഇതെല്ലാം വേവിച്ച് എല്ലാം ജോലി ഒതുക്കിയിട്ടല്ലേ കഴിക്കാൻ പറ്റും. ഇനി കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ തറ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് വയറ് വിശക്കുന്നു. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി തുണി കഴുകാൻ കിടക്കുന്നു. മഴ കാരണമാണെങ്കിൽ തുണി കഴുകാനും പറ്റിയില്ല. 2-3 ദിവസമായിട്ട് തുണി കഴുകണമെന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് അതും നടന്നില്ല. ഇനിയിപ്പോൾ ഇന്നെന്തായാലും തുണി കഴുകിയിട്ടിട്ട് സൈഡിലെ കഴ കെട്ടിയിട്ട് അവിടെ വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗ് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോർട്സുകളും കാര്യങ്ങളെല്ലാം എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷോർട്സുകൾ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ലോങ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.